Hello friends, welcome to channel 𝙑𝙞𝙙𝙚 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്നത് നമ്മുടെ OnePlusന്റെ 8 സീരീസ് ഫോണുകൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആൻഡ്രോയിഡ് 12ന്റെ OT അപ്ഡേറ്റ് നമ്മുടെ പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു 3 to 4 ഡേയ്സിന് മുമ്പ് നമുക്ക് OT അപ്ഡേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ OT അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ അതുപോലെ സംഭവങ്ങളൊക്കെ നമ്മൾ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ശരിക്കും ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യണോ, ബഗ്ഗുകളുണ്ടോ, അതുപോലെ എന്തെങ്കിലും ഫീച്ചേഴ്സ് എക്സ്ട്രാ ആഡിങ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു OnePlus OS അല്ല OnePlus OSന് നിങ്ങൾക്കറിയാം ഓക്സിജൻ OS ആണ് ശരിക്കും. OPPO നിങ്ങൾക്കറിയാം റീസെൻ്റ്ലി ഇപ്പോൾ OPPO ഫുള്ളി ആയിട്ട് OnePlusനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് OPPOൻ്റെ OSന് നിങ്ങൾക്ക് അറിയായിരിക്കും കളർ OS ആണ് അവർ പറഞ്ഞത്. ലോഞ്ചറിനാണ് OS അല്ല ലോഞ്ചറിനാണ് പറഞ്ഞത്. ആക്ച്വലി കളർ OS ആണ് സ്കിന്ന് വരുന്നത്. അപ്പോൾ കളർ ഇപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 70 to 80% ശരിക്കും ഓക്സിജൻ OS കളർ OS ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് 12ന്റെ അപ്ഡേറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു കോൺസും പ്രോസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ശരിക്കും ഇത് അപ്ഡേറ്റ് ചെയ്യണോ, അപ്ഡേറ്റ് ചെയ്ത പ്രോബ്ലങ്ങളുണ്ടോ, അതുപോലെ ശരിക്കും ഓക്സിജൻ OS ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആക്ച്വലി ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ OnePlus ഉപയോഗിക്കുന്നതിന് മുമ്പ് OPPOൻ്റെ റെനോ സീരീസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ചേഞ്ച് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി കളർ OS ആണ് ഞാൻ ആക്ച്വലി ഓക്സിജൻ OS വന്നത്. ശരിക്കും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിനാണ് നമ്മൾ OnePlus OSലേക്ക് വന്നത്. പക്ഷെ അപ്പോൾ തന്നെ ഇത് ഓൾറെഡി നമ്മുടെ OPPO ഓവർടേക്ക് ചെയ്തു. അപ്പോൾ ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ അവർ ആക്ച്വലി അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുൾ പുഷ് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ നമ്മുടെ OnePlusൻ്റെ ക്യാമറ UI ഒക്കെ മാറി കളർ OSൻ്റെ അതേപോലെ തന്നെ ആയി. അപ്പോൾ എന്തായാലും നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഫുൾ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ മൊബൈലിലേക്ക് പോകണം. ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, കുറച്ച് അത്യാവശ്യം നല്ല പ്രോസ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിനോട് പറയാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ ചെക്കൗട്ട് ചെയ്യട്ടെ. അതുപോലെ ആമസോണിൻ്റെ പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോർ നമ്മുടെ ചാനലിലെ പേജ് ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ ലിങ്ക് കിട്ടും. ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിൻ്റെ ഒരു ടോപ്പ് 5 കാറ്റഗറി പോലെ ഹോം പേജ് പോലെ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പേജ് കയറി കഴിഞ്ഞാൽ ആമസോണിൽ കയറി റേറ്റിംഗ് തപ്പിയിട്ട് ഫുൾ സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈസിയായിട്ട് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും ചെയ്യാം. എന്തായാലും ഫോളോ ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും മറക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോക്ക് സ്ക്രീൻ തന്നെ ആയി തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ഓൾറെഡി നമ്മുടെ OnePlus ഉണ്ടാകുന്ന ലോക്ക് സ്ക്രീൻ തന്നെയാണ് കേട്ടോ. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയൊരു ഫിംഗർ പ്രിൻറ്റ് വെക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് എന്തായാലും ഹോം സ്ക്രീനിലേക്ക് കയറാം. ഹോം സ്ക്രീനിൽ കുറച്ച് വാൾപേപ്പേഴ്സും അതുപോലെ ഈ നമ്മുടെ ഇതിൻ്റെ ഒരു ചേഞ്ച് ചെയ്യുന്ന കസ്റ്റമൈസേഷനും അതിൻ്റെ കുറച്ച് ആനിമേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. വാൾപേപ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ വാൾപേപ്പേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. മോർ വാൾപേപ്പേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെയും വാൾപേപ്പേഴ്സ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ OPPOൻ്റെ സ്റ്റോർ പോലെ തന്നെ തോന്നുന്നുണ്ട് എനിക്ക്. OPPOൻ്റെ ഒരു അവരുടെ ഒരു വാൾപേപ്പേഴ്സും തീമിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഇത് ആക്ച്വലി നമുക്കിതിൽ തീമും വന്നിട്ടുണ്ട് കേട്ടോ. OPPOൻ്റെ തീം സ്റ്റോറും വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഓക്സിജൻ OS മാറിയിട്ട് ഫുള്ളി കളർ OSൻ്റെ ഒരു കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ പറയുന്നത്. വെച്ചാൽ 70% ഒരു കളർ OS ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ OPPOൻ്റെ റെനോ സീരീസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഡിഫറൻസ് തോന്നുന്നില്ലെങ്കിലും പക്ഷേ ഇതുവരെയായിട്ട് ഓക്സിജൻ OS ഉപയോഗിച്ചവർക്ക് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്കും ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഐക്കൺസിൻ്റെ ഫുള്ള് മാറ്റാൻ പറ്റും. നമുക്ക് ART+ ഐക്കൺസ് ആക്കാം. അതേപോലെ ഐക്കൺസിൻ്റെ ഷേപ്പ് മാറ്റാം, ഐക്കൺസിൻ്റെ സൈസ് കുറയ്ക്കാം, ആപ്പ് നെയിമിൻ്റെ സൈസ് കുറയ്ക്കാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ലേഔട്ട് നമുക്ക് നോർമൽ കുറേ ലേഔട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ ട്രാൻസിഷൻ മാറ്റാൻ പറ്റും. മോറ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സിലായിട്ട് ഡ്രോവർ മോഡ് വേണോ, അതുപോലെ നോർമൽ നമ്മുടെ ഈ ആപ്പ് ഡ്രോവർ ഇല്ലാത്ത മോഡ് വേണമെന്നോ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പണ്ട് ഉള്ളത് തന്നെയാണ്. പിന്നെ ലോക്കാക്കാനും അതൊക്കെ ഉള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് ഇതിലുണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ റൈസ് ടു വേക്കിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡബിൾ ടാപ്പ് സ്ക്രീൻ ടു ഓണും ഓഫ് ആക്കാനുള്ള ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ആക്ച്വലി മുകളിലത്തെ നമ്മുടെ നമുക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ആക്ച്വലി മുകളിലത്തെ നമ്മുടെ കുറച്ച് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ആക്ച്വലി നമുക്കിതിൽ ഒരു ഷെൽഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. OnePlus ഷെൽഫ് വന്നിട്ട് ആക്ച്വലി അത് ഈ സൈഡിൽ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഈ സൈഡിൽ നമ്മൾ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷെൽഫാണ് ഓപ്പൺ ആവുക. ഈ സൈഡിൽ ഓപ്പൺ ചെയ്താൽ നമ്മുടെ നോർമൽ നമ്മുടെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ. ഈ ഷോർട്ട് കട്ട്സിൽ പിന്നെ പറയാനുള്ളത് നമുക്ക് കുറേ എക്സ്ട്രാ ഷോർട്ട് കട്ട്സ് നമുക്ക് ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഷോർട്ട് കട്ട്സ് ഇപ്പോൾ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്.
നമുക്കറിയാം 3 പേജ് ഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, മൈക്ക് ഓപ്ഷൻസ്. പിന്നെ അതിന് വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു അക്സസിബിലിറ്റി ബട്ടൺ ഉണ്ടായിരുന്നു ഈ സൈഡിലായിട്ട് നമുക്ക് പണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു സൈഡ് ബാറിൽ ഒരു സൈഡിലത്തെ ഒരു ഐക്കൺ പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറേ കയറിയിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ടായിരിക്കും, ഇത് കയറി ക്ലിക്ക് ഇതാണ്ടോ അസിസ്റ്റൻറ്റ് അക്സസിബിലിറ്റി സെറ്റിങ്സ് നിങ്ങൾക്ക്. അത് ഇങ്ങനത്തെ ഒരു സെറ്റിങ്സ് ആയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യാത്തപ്പോൾ അത് അങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ ആപ്പ് ഡ്രോയറാണ്. ആപ്പ് ഡ്രോയർ ഫുള്ളി ഒരു പേജ് സെറ്റപ്പൊക്കെ മാറിയിട്ട് ഫുള്ളി താഴത്തേക്കുള്ള ടൈപ്പ്. ഇത് ശരിക്കും സ്റ്റോക്ക് ഓയസിൻ്റെ ഒരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഐക്കൺസും കാര്യങ്ങളൊക്കെ ഫുള്ളി മാറിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആക്ച്വലി നമ്മുടെ പഴയതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ സെറ്റിങ്സ് പേജിലാണ്. സെറ്റിങ്സ് പേജിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഒരു അത്യാവശ്യം ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഐക്കൺസൊക്കെ കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട്. അതുപോലെ സെറ്റിങ്സ് പേജ് പണ്ട് നമുക്ക് ആദ്യത്തിൽ ഒരു 1 UI ഫീച്ചർ പോലെയായിരുന്നു. സെറ്റിങ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പായിട്ട് ഇവിടെ തൊട്ടായിരുന്നു നമുക്ക് തുടങ്ങുന്നത്. ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാറിക്കുന്നത് അബൌട്ട് സെക്ഷനിലാണ്. പണ്ട് നമ്മുടെ ഫോണിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടായിരുന്നു OnePlusൻ്റെ അബൌട്ട്. അതൊക്കെ മാറി തനി കളർ വോയിസിൻ്റെ ഇതായിട്ടുണ്ട്. പ്രൊസറിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ 12 വന്നിട്ടുണ്ട്. അതുപോലെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരിയാണ്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവം വന്നിരിക്കുന്നത്. പിന്നെ മെയിൻ ഫീച്ചർ ഇതുള്ള പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെയാണ്, നമ്മുടെ റാം എക്സ്പെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെയാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം റാമിൻ്റെ ഇവിടെ കാണാം 8GB വേരിയൻ്റാണ് എൻ്റെ ഉള്ളത്. അതിൽ നമുക്ക് ശരിക്കും എക്സ്പാൻഡ് ചെയ്യാം. 2GB 3GB 5GB വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാം. നല്ലൊരു ഫീച്ചറാണ്. എനിക്കിത് OnePlusൻ്റെയിലും വിവോയിലൊക്കെ റിയൽമിയിലൊക്കെ ഉള്ള ഫീച്ചറാണ്. അത് എനിക്കിപ്പോൾ OnePlusലേക്ക് വന്നിട്ടുണ്ട്. അത് നല്ല ഫീച്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. എന്ന് വെച്ചാൽ റാം യൂസേജ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നല്ല റാം യൂസേജ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് പണ്ടത്തെ ആൻഡ്രോയിഡ് പോലെ അല്ല, നല്ല ഒരു എന്താ പറയുക റാം തിന്നൊരു വിൻഡോസിൻ്റെ പോലത്തെ ഒരായിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ സാധനങ്ങൾ സൈസും അതുപോലെ ആപ്പിൻ്റെ സൈസും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിനിമം 12GB കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൽ ചേഞ്ച് വന്നേക്കുന്നത് പേഴ്സണലൈസേഷനിലാണ്. അതിൽ ഒരു ഡൗൺ സൈഡ് വന്നേക്കുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കുറച്ച് നമ്മുടെ അതിൻ്റെ ഐക്കൺസ് കുറേ കുറഞ്ഞു. ഇതുപോലത്തെ ഫീച്ചേർഡ് ആയിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു പണ്ട്. ഇത് പക്ഷേ ഇപ്പോൾ ആകെ 3 എണ്ണമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്യാൻവാസിലും കുറച്ചുകൂടി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ക്യാൻവാസിൽ നമുക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സായിട്ട് വന്നിട്ടുണ്ട്. കളർ ക്യാൻവാസൊക്കെ വെക്കാനുള്ള കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈറ്റ് നിങ്ങൾക്ക് അതിലേക്ക് സൈഡിൽ വരുന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരുന്ന പോലെ അതിൽ ഒരു 3 കളർ ആഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും റെഡ് വയ്ക്കാം. വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആയാലും തന്നെ ഓട്ടോ സ്വിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലൈറ്റ് മോഡ് ഡാർക്ക് മോഡ് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉള്ളത് തന്നെയാണ്. വീഡിയോ കളർ എൻഹാൻസർ എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അത് ആദ്യം ഉണ്ടായിരുന്നില്ലെന്നുണ്ട്, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ട്. ബ്രൈറ്റ് HDR വീഡിയോ മോഡ് ഉണ്ടായിരുന്നു, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്ക്രീൻ ബ്രൈറ്റ്നസ് നമുക്ക് ഇത് കുറയ്ക്കാം. നമ്മുടെ സ്ക്രീൻ ഫ്രഷ് ആയിട്ട് ഞാൻ ഓൾറെഡി ഹൈ വെച്ചേക്കുന്നത്. സ്മാർട്ട് മോഡ് ഇതിലില്ല, അതൊരു ഡൗൺ സൈഡ് തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുന്ന സംഭവം നമ്മുടെ കയ്യിലില്ല. പിന്നെ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഡിസ്പ്ലേ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കുന്നതിൽ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടായിരിക്കും യൂസ് സിൻസ് ലാസ്റ്റ് ഫുൾ ചാർജ് ഇപ്പോൾ 10 hour ആയി. ഇപ്പോൾ നമുക്ക് ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 67% ആയിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ ഓൺ ടൈം ഇപ്പോൾ വരെ കിട്ടുന്നത് 4 hour ആണ്. അപ്പോൾ ബാറ്ററിയുടെ ഒരു യൂസൊക്കെ കുറച്ച് അത്യാവശ്യം നല്ലൊരു ലുക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സുമായിട്ട് വന്നേക്കുന്നതാണ് ഷെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞ OnePlusൻ്റെ ഷെൽഫ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഷെൽഫാണ് വരിക. അപ്പോൾ നമുക്കിതൊരു ഒരു OnePlusൻ്റെ നമുക്ക് ടെമ്പറേച്ചർ, ക്ലൈമറ്റ്, അതുപോലെ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, ഡാറ്റ യൂസേജ് സംഭവങ്ങളൊക്കെ അതിൽ വയ്ക്കാം. ഒരു ക്വിക്ക് ക്ലീൻ നമുക്ക് നമ്മുടെ എന്താ പറയുക ഈ ഗൂഗിൾ ഹോം എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു സംഭവമാണ്. ഞാനത് ആക്ച്വലി ഓഫ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം നമ്മളിത് വലിക്കുമ്പോൾ ഈ സാധനം വരും ഷെൽഫ്, നമ്മുടെ എന്താ പറയുക ഷോർട്ട് കട്ട്സ് വരുന്നതിന് പകരം. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞൊരു ആൻഡ്രോയിഡ് 12 ഒരു ഫീച്ചർ ഇതിൽ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് സെലക്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വയ്ക്കാനുള്ളൊരു മോഡാണ്, നമ്മൾ ആക്ച്വലി ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. പിന്നെ സ്കൗട്ട് മോഡ് വന്നിട്ടുണ്ട്. സ്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്മാർട്ട് സെർച്ച് ഫീച്ചറാണ് OnePlusൻ്റെ തന്നെ. നമുക്ക് ആപ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കിട്ടാനുള്ള ഒരു ഫീച്ചറാണ്. ഞാൻ ആക്ച്വലി ഓണാക്കി വെച്ചിട്ടുണ്ട്. ക്വിക്ക് ലോഞ്ചും ഒരു എക്സ്ട്രാ ഫീച്ചർ വന്നേക്കുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ തന്നെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഫിംഗർ പ്രിൻ്റ് അവിടെ നമ്മൾ കൈവച്ചു എടുക്കാണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അൺലോക്ക് ചെയ്തിട്ട് കൈ എടുത്തു. അൺലോക്ക് ചെയ്താലും കൈ എടുക്കാൻ പാടില്ല. അത് അങ്ങനെയാണ് സംഭവം. ഇത് വെച്ചു കണ്ടു. നമുക്കിപ്പോൾ ആ ക്വിക്ക് സംഭവം വന്നു. ക്വിക്ക് ആപ്പ് ലോഞ്ചാണിത്. ഇത് ഞാൻ ആക്ച്വലി വെച്ചേക്കുന്നത് നമ്മുടെ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെയാണ്, ക്യാമറ,
അതൊക്കെയാണ് വച്ചേക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്യാമറയിലാണ്. ക്യാമറയുടെ പക്ഷേ ലാസ്റ്റ് ടൈം വന്ന ഡിഫറൻസിൽ നമ്മുടെ UI ഡിഫറൻസിൽ വേറെ ചേഞ്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ആക്ച്വലി ശരിക്കും നമ്മുടെ OnePlusൻ്റെ സംഭവം ഇല്ല, നമ്മുടെ OPPOൻ്റെ സംഭവം തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഷട്ടർ സ്പീഡൊക്കെ അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ സെറ്റിങ്സിലായാലും ഇതായാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെയിം തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റിൽ വന്ന പോലെ തന്നെ. ഞാൻ എന്തായാലും നമുക്ക് പണ്ടത്തെ നമ്മുടെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി അത് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്ഡേഷൻ വന്ന് പിന്നെ വേറെ പറയാനുള്ള അപ്ഡേഷൻ്റെ സൈസായിരുന്നു. ഇതാണ് നമുക്ക് നമ്മൾ ആദ്യം വന്നപ്പോൾ സമയത്തുള്ള അപ്ഡേറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, പ്രൈവസി ഫീച്ചേഴ്സ് ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ലോഞ്ചർ ഇതുപോലെയായിരുന്നു നമുക്ക് ആദ്യം 12 വരാനായിട്ട് മുമ്പ്. അതുപോലെ അബോർഡ് ഡിവൈസ് ഇതുപോലെയായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ 11 കൂടെ കാണാൻ വേണ്ടിയിരിക്കും. പിന്നെ സെറ്റിംഗ്സ് പേജ് ഞാൻ പറഞ്ഞില്ലേ, സെറ്റിംഗ്സ് പേജ് ഇങ്ങനെയായിരുന്നു. നമുക്കൊരു One UIൻ്റെ ഫീച്ചറായിരുന്നു, അത് ഫുള്ള് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോം പേജ് എങ്ങനെയായിരുന്നു, അതും കുറേയൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഐക്കൺസും കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഗൂഗിൾ സെർച്ചിൻ്റെ സംഭവമൊക്കെ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അപ്ഡേറ്റ് വന്നതിൻ്റെ സൈസാണ് 3968 MB ആണ്. അതായത് 3.968 GB വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഫയലായിരുന്നു. അത്യാവശ്യം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ 10 to 15 മിനിറ്റ് വരെ എടുത്തു. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യമേ വിചാരിച്ചത് വീഡിയോ റെക്കോർഡിംഗ് എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുത്തു. അപ്പോൾ ഇതായിരുന്നു നമുക്കൊരു ഓവറോൾ എക്സ്പീരിയൻസ്. പിന്നെ അതിൻ്റെ പെർഫോമൻസും ഡീറ്റെയിൽസും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പഴയതിനായിട്ടും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുമ്പ് 11ൻ്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം ആക്ച്വലി ഒരു നമ്മുടെ ചില ലോഞ്ചർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ OnePlus ലോഞ്ചർ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുക, ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആവുക, ക്ലോസ് ആയിട്ട് റീസ്റ്റാർട്ട് ആവുക, ഫോഴ്സ് ക്ലോസ് ആയിട്ട് റീസ്റ്റാർട്ട് ആവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബഗ് ഇഷ്യൂ ആയിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നു, നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഫുള്ള് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്തിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ആനിമേഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ആനിമേഷൻ കുറേ എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്, അത് വേറെ കാര്യം. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇത് നമുക്ക് നമ്മുടെ ഈ പേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ നമുക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മാസം കഴിയുമ്പോഴേക്കും ഇത് ഫുള്ളി വൺ UI തന്നെയായിരിക്കും. നമ്മുടെ ചൈനയിലൊക്കെ OnePlus ഉപയോഗിക്കുന്നത് കളർ വോയിസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഓക്സിജൻ OS 12 എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും ഓക്സിജൻ വോയിസ് അല്ല. ശരിക്കും ഞാൻ എന്തായാലും റെനോ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും ഓൾമോസ്റ്റ് ഒരു കളർ വോയിസ് തന്നെയാണ്. പേര് മാത്രമല്ല ഇപ്പോൾ ഓക്സിജന്, പക്ഷേ നല്ല ആവശ്യമുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് താനും. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി നെഗറ്റീവൊന്നും പറയാൻ പറ്റില്ല, ഫുള്ളി പോസിറ്റീവൊന്നും പറയാൻ പറ്റില്ല. ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഇതുവരെ ഓക്സിജൻ വോയിസ് ഉപയോഗിച്ചവർക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും, ലുക്കിലും തന്നെ ഫീച്ചേഴ്സ് ആയാലും തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിലേക്ക് മെമ്പറിക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.